വളരെ ആഗ്രഹത്തോടെ വാങ്ങിയ സ്മാർട്ട് ഫോണിൽ സ്ക്രാച്ച് വീണാൽ നമുക്കുണ്ടാകുന്ന ഒരു വിഷമമുണ്ട് ഇല്ലേ? പിന്നെ അതിലേക്ക് നോക്കുമ്പോഴൊക്കെ ഈ വിഷമം കൂടും. എത്ര വലിയ പ്രൊട്ടക്ഷനുള്ള സ്ക്രീനാണെങ്കിലും വര വീഴാതെ സംരക്ഷിക്കുക വലിയ പാടാണ്. എന്നാൽ വരുന്ന 5 വർഷത്തിനുള്ളിൽ സ്വയം റിപ്പയർ ചെയ്യാൻ കഴിവുള്ള ഡിസ്പ്ലേകൾ സ്മാർട്ട് ഫോണുകളിൽ വരുമെന്നാണ് അനലിസ്റ്റ് സ്ഥാപനമായ CCS ഇൻസൈറ്റ് പറയുന്നത്. സ്വയം പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്ന ഡിസ്പ്ലേക്ക് വേണ്ടിയുള്ള ജോലികൾ ഫോൺ ബ്രാൻഡുകൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞതായി റിപ്പോർട്ടിലുണ്ട്. കൊള്ളാം അല്ലേ? അതെങ്ങനെയെന്ന് കൂടി നോക്കാം. സ്ക്രീനിൽ വര വീഴുമ്പോൾ അന്തരീക്ഷത്തിലെ വായുവും ബാഷ്പവുമായി ചേർന്ന് പുതിയൊരു വസ്തു നിർമ്മിക്കപ്പെടുകയും അതുവഴി സ്ക്രീനിൽ വന്ന വരകൾ ഇല്ലാതാവുകയും ചെയ്യുന്ന നാനോ കോട്ടിംഗ് സംവിധാനത്തോടെയുള്ള സ്ക്രീനായിരിക്കും ഇത്. സ്വയം റിപ്പയർ ചെയ്യുന്ന ഡിസ്പ്ലേകൾ ഇനി ഒരു സയൻസ് ഫിക്ഷൻ അല്ല എന്നും അത് സാധ്യമാണെന്നും ചീഫ് അനലിസ്റ്റ് ബെൻവുഡ് അഭിപ്രായപ്പെട്ടു. സ്വയം റിപ്പയർ ചെയ്യുന്ന സെൽഫ് ഹീലിംഗ് ഡിസ്പ്ലേകൾ എന്ന ആശയം ഇത് ആദ്യമായല്ല ചർച്ചയാകുന്നത്. 2013 LG G Flex എന്ന പേരിൽ ഒരു കർവ്ഡ് സ്മാർട്ട് ഫോൺ ഡിസ്പ്ലേ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ സ്ക്രീൻ പരിക്കുകൾ പറ്റിയാൽ സ്വയം പരിഹരിക്കും വിധത്തിലുള്ളതായിരുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പിന്നീട് LG പുറത്തുവിട്ടില്ല. സെൽഫ് ഹീലിംഗ് ഡിസ്പ്ലേ സാങ്കേതിക വിദ്യയ്ക്ക് വേണ്ടി മോട്ടറോള, ആപ്പിൾ ഉൾപ്പെടെയുള്ള കമ്പനികൾ വിവിധ പേറ്റന്റുകൾ ഫയൽ ചെയ്തിട്ടുമുണ്ട്. മെമ്മറി പോളിമർ ഉപയോഗിച്ചുള്ള സാങ്കേതിക വിദ്യയാണിത്. ഇതിൽ ചെറിയ ചൂട് ലഭിക്കുമ്പോൾ സ്ക്രീനിലെ സ്ക്രാച്ചുകൾ പരിഹരിക്കപ്പെടും. ആപ്പിളിന്റെ ഫോൾഡബിൾ സ്ക്രീനിൽ ഈ സാങ്കേതിക വിദ്യ പരീക്ഷിക്കപ്പെടുമെന്ന അഭ്യൂഹങ്ങളൊക്കെ ഉണ്ട്. നിർമ്മാണ ചെലവ് മൂലം ആദ്യ വർഷങ്ങളിൽ വിലയേറിയ ഫോണുകളിൽ മാത്രമായിരിക്കാം ഒരുപക്ഷെ ഈ സാങ്കേതിക വിദ്യ അവതരിപ്പിക്കുക. പിന്നീട് അവ മിഡ് റേഞ്ച് ഫോണുകളിലേക്കും എത്തിയേക്കും. അപ്പോൾ താമസിയാതെ ഫോണിലെ സ്ക്രാച്ചിനോട് ഗുഡ് ബൈ പറയാം.